ടു അവർ ചാനൽ. സോ മൈക്ക് ആൻഡ് മിഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രിപ്പ് ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗൈസ് നമുക്ക് നമ്മൾ ഫ്യൂവലൊക്കെ ഒന്ന് ഫുള്ളാക്കി നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൈസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫിഫ വേൾഡ് കപ്പിൻ്റെ മാച്ച് കാണായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പോകുന്ന ദിവസം അർജൻറ്റീനയും നെതർലാൻഡ്സും തമ്മിലുള്ള മാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഗൈസ് തൃശ്ശൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചെറുതായി ബ്രേക്ക് എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മൂന്നാർ വരെ ഞാനായിട്ട് ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ഗൈസ് രാവിലെ ഏകദേശം ഒരു 6-7 മണിയോടെ ഞങ്ങൾ നേരെ മൂന്നാർ എത്തി. അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു ടീ ബ്രേക്ക് എടുക്കുമ്പോഴാണ് ഞങ്ങൾ ഡ്രൈവേഴ്സ് ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. മൂന്നാർ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നല്ലൊരു മഴയുള്ള ടൈമായിരുന്നു. നല്ല തണുപ്പും അതേപോലെ തന്നെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി. റൂമൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ പോയതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ റൂമിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ റൂമിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾക്ക് കിട്ടിയ റൂം നല്ലൊരു റൂം തന്നെ ആയിരുന്നു. അത്യാവശ്യം സ്പീഷ്യസ് ആയ റൂമായിരുന്നു. പിന്നെ ഫണ്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഞങ്ങൾക്ക് 2 ദിവസത്തിന് 1,000 വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗൈസ് ആ ഒരു ലൊക്കേഷൻ അത്ര മോശമല്ല, നല്ലൊരു ഏരിയ തന്നെ ആയിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ റൂമിലൊന്ന് കയറി കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് വീണ്ടും പുറത്തിറങ്ങി. അങ്ങനെ ഗൈസ് ഞങ്ങൾ നേരെ പോകാൻ പ്ലാൻ ചെയ്ത് വട്ടവടയിലേക്കായിരുന്നു. അപ്പോൾ വട്ടവടയിലേക്ക് പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ ഗൈസ് പോകുന്ന വഴിക്ക് കണ്ടതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം, മൂന്നാറിലുള്ള മാട്ടുപ്പെട്ടി ഡാം. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ടായിരുന്നു. അങ്ങനെ ഗൈസ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ പോയി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല സ്പോട്ട് കണ്ടപ്പോൾ അവിടെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് കുറേ ഡിസാസ്റ്റേഴ്സ് നടന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ കണ്ടു. മണ്ണിടിച്ചിലും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ കുറേ കണ്ടു. അങ്ങനെ ഗൈസ് ഞങ്ങൾ വട്ടവടയിലെത്തി. വട്ടവടയിലെത്തിയപ്പോൾ ശരിക്കും ഗൈസ് വിശക്കാൻ തുടങ്ങി. കാരണം രാവിലെ ഞങ്ങൾ ഒന്നും കഴിക്കാതെയായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. അടുത്തുള്ള ഹോട്ടലിൽ കയറിയപ്പോൾ മീൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഉള്ളത് എന്താ ചോദിച്ചപ്പോൾ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 4 ബിരിയാണി അങ്ങ് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഗൈസ് വട്ടവടയിൽ നിന്നും എക്സിറ്റ് ആകുമ്പോൾ കണ്ട് സ്ട്രോബെറി ഫാമാണിത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോയപ്പോൾ കുറേ ഫ്രഷ് സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ പോയി പൊട്ടിക്കാനും കഴിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ട്രോബെറിയും പിന്നെ കുറച്ച് സ്ട്രോബെറി ജാമൊക്കെ മേടിച്ചു. അപ്പോൾ അവിടെ നിന്നും കണ്ട ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വട്ടവട മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ടൈം റെസ്റ്റൊക്കെ എടുത്തു. ഫ്രഷ് ആവേണ്ട ഒരു ഫ്രഷൊക്കെ ആയി. പിന്നെ നൈറ്റ് ഗൈസ് ഞങ്ങൾ അവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. മാർക്കറ്റിൽ നിന്നൊന്നും പറയാൻ മാത്രമില്ല, ചെറുതായിട്ടുള്ള കുറച്ച് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ അങ്ങനെ നടന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം പോർച്ചുഗലും മൊറോക്കോയും തമ്മിലുള്ള മാച്ച് നടക്കുന്ന ദിവസമായിരുന്നു ഗൈസ്.